Choose the correct article for the following. They found dash oasis in the desert. The, an, a, none of these. Oasis. ഓസീസ് എന്ന വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. They found an oasis in the desert. Dash weather is nice today. A, an, the, none of this. ഒരു പ്രത്യേക കാര്യത്തെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥ വളരെ നൈസാണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ദായാണ് ഉപയോഗിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ സി. The weather is nice today. Choose the correct tense of the verb given in brackets. If I know his address, I would have contacted him. ഇതൊരു ഇമ്പോസിബിൾ കണ്ടീഷൻ ആണ്. എനിക്ക് അവൻ്റെ അഡ്രസ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. എനിക്ക് അവൻ്റെ അഡ്രസ്സ് അറിയില്ല, ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതൊരു ഇമ്പോസിബിൾ കണ്ടീഷൻ ആണ്. ഇവിടെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ ഹാഡ് നോൺ ഹിസ് അഡ്രസ് I would have contacted him. Answer option C. Father is not at home. He go out. Has gone, had gone, went, go. അച്ഛൻ വീട്ടിലില്ല, പുറത്തേക്ക് പോയി. അപ്പോൾ തൊട്ടു മുമ്പേ നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനായി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ എ, ഹാസ് ഗോൺ. Father is not at home. He has gone out. Each time we return home. Return, returns, returned, returning. വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായി. ഇവിടെ ഇതൊരു പ്രയോഗമാണ്. ഒരു കാര്യം ചെയ്യേണ്ട സമയമായി എന്ന് സൂചിപ്പിക്കാനാണ് ഇറ്റ്സ് ടൈം എന്ന് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഇറ്റ്സ് ടൈം രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇറ്റ്സ് ടൈം വി റിട്ടേൺഡ് ഹോം, അതായത് വി ടു ഫോം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായി. ഇനി വേറൊരു തരത്തിലും ഇറ്റ്സ് ടൈം നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് ടൈം ടു ഗോ ടു ഹോം, അതായത് ഇൻഫിനിറ്റീവുകൾ വരുമ്പോൾ അവിടെ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇറ്റ്സ് ടൈം എന്ന പ്രയോഗത്തിന്റെ ഉപയോഗം ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ V1 ഫോമും ചില സമയങ്ങളിൽ V2 ഫോമും വരാറുണ്ട്. He said that he post the letter. Has posted, had posted, posted, post. അവൻ പറഞ്ഞു അവൻ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇവിടെ പാസ്റ്റ് ഫോം ആണ് വരേണ്ടത്. He said that he had posted the letter. അവൻ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വരേണ്ടത് ആൻസർ ഓപ്ഷൻ ബി. He said that he helped her friend. അവൾ പറഞ്ഞു അവൾ അവളുടെ ഫ്രണ്ടിനെ സഹായിക്കാമെന്ന്. ഇവിടെ ഇതും ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെയും പാസ്റ്റ് ഫോം ആണ് വരേണ്ടത്. ഇവിടെ വിൽ ഹെൽപ്പും വരില്ല, ഹെൽപ്സും വരില്ല. അപ്പോൾ ഇവിടെ ഫ്രണ്ടിനെ സഹായിക്കാമെന്ന്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഷീ വുഡ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഹെൽപ്പ് ഹെർ ഫ്രണ്ട്. പ്ലീസ് റിംഗ് മീ അപ്പ് ആസ് സൂൺ ആസ് ഹീ കം. അവൻ വരുമ്പോഴേക്ക് എന്നെ വിളിക്കണം. അപ്പം ഇവിടെ പ്രസന്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം. പ്ലീസ് റിംഗ് മീ അപ്പ് ആസ് സൂൺ ആസ് ഹീ കംസ്. ആൻസർ ഓപ്ഷൻ ബി. ഇഫ് ഇറ്റ് റെയിൻ വി ഷാൾ നോട്ട് ഗോ ഔട്ട്. മഴ പെയ്താൽ നമുക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. ഇതൊരു പോസിബിൾ സെന്റൻസ് ആണ്. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാം. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ഷാൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഇറ്റ് റെയിൻസ്. ആൻസർ ഓപ്ഷൻ സി, റെയിൻസ്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൾ നോട്ട് ഗോ ഔട്ട്. ഷീ ബി എ ടീച്ചർ സിൻസ് 2004. അവൾ 2004 മുതൽ ഒരു ടീച്ചറാണ്. ഇപ്പോഴും ടീച്ചറാണ്. ഇവിടെ
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. 2004 മുതൽ അവൾ ഒരു ടീച്ചറാണ്. ഷീ ഹാസ് ബീൻ എ ടീച്ചർ സിൻസ് 2004. ആൻസർ ഓപ്ഷൻ ബി. വെൻ ഹി കെയിം ഇറ്റ് ബി ഓൾ ഓവർ. അവൻ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇത് പാസ്റ്റ് ഫോമിലുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ when he came it was all over. I have my dinner an hour ago. 1 മണിക്കൂർ മുമ്പേ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. has, have, had, was having. 1 മണിക്കൂർ മുമ്പേ കഴിഞ്ഞു. ഇത് പാസ്റ്റ് ഫോമിലുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പാസ്റ്റ് ഫോമിലുള്ളത് had. I had my dinner an hour ago. Choose the correct preposition for the following. Dash is clever, she often makes mistake. അവൾ ബുദ്ധിമതിയായിരുന്നിട്ടും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ബുദ്ധിമതി ആയിരുന്നിട്ടും എന്ന അർത്ഥത്തിൽ ഇവിടെ വരേണ്ടത് although ആണ്. Although she is clever, she often makes mistakes. The fireman managed to put dash the fire. ഇവിടെ in, down, out, on. ഇവിടെ ഒരു ഫ്രേസ് ആണ്. പുട്ട് ഔട്ട് എന്നാൽ തീ കെടുത്തുക. ഇവിടെ അറിയേണ്ടത് ആൻസർ ഓപ്ഷൻ സി, ഔട്ട്. The fireman managed to put out the fire. Choose the correct synonym for the following. Baffle, confuse, sure, cherish, smile. Baffle എന്നാൽ തടസ്സപ്പെടുത്തുക. അതിനോട് സമാനമായിട്ട് സിനോണിം സമാനമായിട്ട് വരുന്നത് കൺഫ്യൂസ്. ഹിപ്പോക്രൈസി, ആക്യുറസി, കറക്റ്റ്നെസ്, ഫോൾസ്നെസ്, ഹാപ്പിനെസ്. ഹിപ്പോക്രൈസി എന്നാൽ കാപട്യം, അതിന് സമാനമായി വരുന്നത് ഫോൾസ്നെസ്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫ്രേസ് ഫോർ ദ ഫോളോയിങ്. പാസിഫൈ, അപ്പീസ്, റെസ്ട്രിക്റ്റ്, ഇൻഡിക്റ്റ്, ഇൻഫ്യൂരിയേറ്റ്. പാസിഫൈ എന്നാൽ സമാധാനിപ്പിക്കുക, അപ്പീസ് എന്നാലും സമാധാനിപ്പിക്കുക. പാസിഫൈ എന്നതിന് സമാനമായി വരുന്നത് അപ്പീസ്. ക്വാറന്റൈൻ, ഇൻക്ലൂഷൻ, അക്കമ്പനിമെന്റ്, സെക്ലൂഷൻ, റിജക്ഷൻ. ക്വാറന്റൈൻ എന്നാൽ ഏകാന്തവാസം, അതിന് സമാനമായി വരുന്നത് സെക്ലൂഷൻ. ചൂസ് ദ കറക്റ്റ് അന്റോണിം ഫോർ ദ ഫോളോയിങ്. ഡെയിൻറ്റി, ബ്യൂട്ടിഫുൾ, ക്ലംസി, ഡെലിക്കേറ്റ്, ഡേർട്ടി. ഡെയിൻറ്റി എന്നാൽ മനോഹരമായ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ക്ലംസി, വിരൂപമായ. അമച്വർ, പ്രൊഫഷണൽ, ട്രിഫ്ലയർ, ലേമാൻ, എഫിഷ്യന്റ്. അമച്വർ എന്നാൽ വിനോദത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നയാൾ. അതിൻ്റെ അന്റോണിം പ്രൊഫഷണൽ. ആൻസർ ഓപ്ഷൻ എ, പ്രൊഫഷണൽ.